നമസ്കാരം. നമ്മളിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. അവരുടെ മനസ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. എട്ട് കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് ഇന്ന് ഞാനിവിടെ എടുക്കുന്നത്. ബോട്ടം വന്നത് ദ ഫൂൾ കാർഡാണ്. 3 of Pentacles, 6 of Cups, 10 of Pentacles, 10 of Swords, 4 of Swords, Page of Cups, Page of Pentacles, 7 of Pentacles. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി നമുക്ക് വിശദമായ വായനയിലോട്ട് പോകാം. 3 of Pentacles ആൻഡ് 6 of Cups ഇവ ഒന്നിച്ച് വന്നാൽ അവരുടെ സോൾ പറയുന്നത് നിങ്ങളുമായി ജന്മജന്മാന്തരമായ പരിചയമുണ്ട് എന്നാണ്. നിങ്ങളുടെ സോള് അവരുടെ സോളും തമ്മിൽ ഒരു ആഴത്തിലുള്ള തിരിച്ചറിയലുണ്ട്. പഴയ ജന്മത്തിൽ നിന്നോ കുട്ടിക്കാലത്ത് നിന്നോ വരുന്ന ഒരു സ്വീറ്റ് ഫെമിലിയർ ബോണ്ടുണ്ട്. പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കണം. പരസ്പരം പഠിക്കണം, സപ്പോർട്ട് ചെയ്യണം, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. ഈ രണ്ട് കാർഡുകൾ നിങ്ങളുടെ ബന്ധം ഒരു കാർമിക് അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നു. അവർക്ക് നിങ്ങളോട് ഒരു ജെനുവിനായ പുള്ളുണ്ട്. അവർക്ക് നിങ്ങളോട് ഒരു പഴയകാല ബന്ധത്തിൻ്റെ മധുരമായ ഓർമ്മകൾ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ സ്നേഹവും ആഴത്തിലുള്ള അട്രാക്ഷനും അവർക്ക് അനുഭവപ്പെടുന്നു. അടുത്ത കാർഡ് 10 of Pentaclesഉം 10 of Swordsമാണ്. ഈ രണ്ട് കാർഡുകൾ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ സോൾ നിങ്ങളോട് പറയുന്നത് വളരെ ആഴമുള്ളതും വേദനയും പ്രതീക്ഷയും കൂടി ചേർന്ന ഒരു സന്ദേശമാണ്. അവർ ഇപ്പോൾ ഒരു വലിയ വേദനയിലൂടെ കടന്നു പോകുന്നു. ഒരു ബന്ധം, വിശ്വാസം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇത് വേദനയുടെയും ദുഃഖത്തിൻ്റെയും അവസാനമാണ്. അവരുടെ ഉള്ളിൽ ആഴത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഒരു സുരക്ഷിതമായ ഭാവി, യഥാർത്ഥ ബന്ധങ്ങൾ, സ്നേഹവും സമാധാനവും നിറഞ്ഞ ജീവിതം, പിന്നെ നിങ്ങളും. അത് അവരുടെ സോളിൻ്റെ ഭാഗമാണ്. അവർക്ക് നിങ്ങളോട് ഒരു ഡീപ്പ്, ലാസ്റ്റിംഗ്, സെക്യൂറായ കണക്ഷൻ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളോടൊപ്പം ഒരു കുടുംബം, സ്ഥിരതയും സമൃദ്ധവുമായ ഭാവി അവരുടെ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അടുത്തതായി നമുക്ക് കിട്ടിയ കാർഡ് 4 of Swords ആൻഡ് Page of Cups ആണ്. ഈ കാർഡുകൾ ചേർത്ത് വായിച്ചാൽ അവരുടെ സോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം വളരെ മൃദുവും ഇന്നർ പീസ് നിറഞ്ഞതുമാണ്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ മൃദുലമായതാണ്, ടെൻഡറാണ്. ഒരു പുതിയ വൈകാരിക തുടക്കം, വളരെ സ്വീറ്റായ ഒരു പുതിയ പ്രണയം അവർക്ക് നിങ്ങളോട് തോന്നുന്നു. അവർക്ക് നിങ്ങളോട് ഒരു ജെനുവിനായ സോഫ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ അവർ ഇപ്പോൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. അവരുടെ സോൾ ഇപ്പോൾ ഏകാന്തത ആഗ്രഹിക്കുന്നു. അവരുടെ സോൾ ഹീലിങ്ങിലൂടെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അവരുടെ സോൾ പഴയകാല ദുഃഖങ്ങൾ റിലീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം പതുക്കെ മാത്രമേ തുറക്കുകയുള്ളൂ. അവർ ഇപ്പോൾ ശാന്തമായി വിശ്രമിക്കുകയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ അവരുടെ സോൾ നിങ്ങളോട് പറയുന്നത് അവർക്ക് നിങ്ങളോട് ഒരു പുതിയ തുടക്കത്തിൻ്റെ തോന്നലുണ്ടാകുന്നു എന്നാണ്. നിങ്ങളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്പാർക്ക് അവരുടെ ആത്മാവ് തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ളത് യഥാർത്ഥമായ താല്പര്യമാണ്. അത് വളരാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ സമയമെടുത്താണ് വരുന്നത്. അവരുടെ സോൾ റെഡിയാണ് ഈ പ്രണയം വളർത്തുവാൻ. പക്ഷേ ഫോഴ്സ് ചെയ്തല്ല, നാച്ചുറലായി സ്റ്റഡിയായി വരട്ടെ എന്നാണ് ഇവിടുത്തെ വൈബ്. ചുരുക്കത്തിൽ ഇതൊരു കാർമിക് ലെസൺ പോലെയാണ്. വേദനയിലൂടെ സമൃദ്ധിയിലേക്കും സ്ഥിരതയിലേക്കും എത്തിച്ചേരുന്നു. അവർക്ക് നിങ്ങളോട് ഒരു ജെനുവിൻ സോഫ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങൾ ക്ഷമയും എഫേർട്ടും ഇട്ടാൽ ഉറച്ചൊരു ബന്ധമുണ്ടാവുക തന്നെ ചെയ്യും. ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.